റെയിൻകോട്ട് നിൽക്കുക, ബസ്സൊന്നുമില്ല. നല്ല അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. ഒരു മരത്തിൻ്റെ മുകളിൽ നിൽക്കുക. റെയിൻകോട്ട് ബാഗിലുണ്ട്, പക്ഷേ നനയൂലേ, അതൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ അടുത്ത ബസ് നോക്കി നിൽക്കുന്നു. ഞാൻ കിട്ടിയിട്ട് വേണം അങ്ങ് പോകുന്നത്. നല്ല ദിവസമാണ് ഗൈസ്. ഞാൻ ഈ വെള്ളം ഓഫ് വൈറ്റ് ബസ്സൊക്കെ ഇട്ട് വന്നത്. നല്ല മഴയുണ്ട്, ചെളിയുണ്ട്. ഞാൻ ചളി എന്ന് പറയുമ്പോഴത്തേക്കും സൂര്യ തന്നെ പറയും ചളിയല്ലൊരു ചെളി. അപ്പോൾ ചെളി മിക്കവാറും ഡ്രസ്സിൽ ഞാൻ എല്ലാവരും തേച്ചെടുത്ത് പോകും. പിന്നെ ഒരു പ്രൈവറ്റ് ബസ് കിട്ടി, അതിൽ കയറിയത്. പിന്നെ അതിൽ നിന്ന് കഴിഞ്ഞാൽ പറയണ്ടല്ലോ, തലവേദനിച്ച് പൊട്ടുന്നുണ്ടായി. പിന്നെ ഞങ്ങൾ കോളേജിലെത്തി. കോളേജിൽ നിന്ന് നമ്മളവിടെ ഇറങ്ങി ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയിരുന്നു. വാപ്പച്ചിയും മച്ചിയും ട്രാവൽ ചെയ്തൊക്കെ വന്നതല്ലേ. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി കേട്ടോ. അവിടെ പോയി കുറേ നേരം വർത്താനം. കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും യൂട്യൂബിൽ ഇട്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മോമോസും ലോഡർ ഫ്രൈസും അങ്ങനെയൊക്കെ മേടിച്ച് ഞങ്ങൾ അതെല്ലാം ഇരുന്ന് കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കടമ്പ്രയാറോട്ട് പോയിട്ടെ. കടമ്പ്രയാറ് ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. കുറേ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കടമ്പ്രയാറ് പോയി അവരുടെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞ്. പിന്നെ ഒരാൾ അങ്ങോട്ട് തെക്ക് നോക്കിക്കും, ഒരാൾ വടക്ക് നോക്കിക്കും. പിന്നെ ഞാൻ എങ്ങനെയാണ് നല്ലൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ അവർക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എടുത്തു കൊടുത്തു. അവരങ്ങോട്ടും ഇങ്ങോട്ടും താറ്റലും ഊക്കലുമായിട്ട് നിൽക്കുന്നു. പക്ഷെ നല്ല ഫ്രെയിമായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ. പിന്നെ അവർ നടന്നു വരുന്ന വീഡിയോ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഭയങ്കര റൊമാൻറ്റിക് ആണെന്നാണ് വിചാരം. പിന്നെ എടുത്തു കൊടുക്കാമെന്ന് വെച്ചാൽ അഭിനയിക്കാനാണെന്ന് തീരെ പറയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാമെന്നൊക്കെ പറഞ്ഞ് വരിക. പിന്നെ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കാനുണ്ടല്ലോ. മണ്ട ബുദ്ധിയെന്ന് വെച്ച അതുകൊണ്ടാണ് ചതപ്പെന്ന് പറയുന്നത് വയലിൽ. ഉമ്മച്ചി നല്ല ബുദ്ധിയുള്ള ഡയലോഗൊക്കെ അടിച്ചിട്ട് അവരെ ബസ് കയറ്റി ഞാൻ വിട്ടു കേട്ടോ. അവരുടെ ബസ് പോയപ്പോൾ തന്നെ അടുത്ത് എനിക്ക് പോകാനുള്ള ബസ് വന്നു. പിന്നെ ഞാനും അതിൽ കയറിയിരുന്നു കേട്ടോ. കാക്കനാടൊക്കെ എത്തിയപ്പോൾ മുടിഞ്ഞ ബ്ലോക്ക് എന്ന് വെച്ചാൽ മുടിഞ്ഞ ബ്ലോക്ക്. ബസ്സൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല, എല്ലാം നിർത്തിയിട്ടേക്കും. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. പിന്നെ വൈകിട്ട് സമയം കൂടെ അല്ലായിരുന്നു. ബസ് ഇറങ്ങിയിട്ട് നടക്കുക. ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക്. വൈറ്റിലേക്ക് ബസ് ഇങ്ങനെ അനങ്ങുന്നില്ല. ഇങ്ങനെ വെറുതെ ഇട്ടേക്കുക. ഒരു 10-15 മിനിറ്റൊക്കെ വെറുതെ ഇട്ടേക്കുക. ഒരു കാര്യമില്ലാതെ അമ്മാതിരി ബ്ലോക്ക്. പിന്നെ ഇവിടെ ഇപ്പോൾ പാലം പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് വീണ്ടും അരൂരെത്തിയപ്പോൾ വീണ്ടും അതിൻ്റെ ബ്ലോക്ക്. ആകെ ഒത്തോണ്ട് ആസ്കാരതേ ഇപ്പോൾ എന്തുവാ എത്തിയതേ ഉള്ളൂ. ബസ് ഇറങ്ങിയിട്ട് ഇനി ഒരു 200-250 മിനിറ്റ് കൂടെ നടക്കാനുണ്ട്. അതുകൂടെ ആയിക്കഴിഞ്ഞാൽ ഓപ്ഷൻ. പാലം പണിയുടെ തീപ്പൊരി വീഴുന്നത് ആ സൈഡിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ് കത്തിത്തീരും. അങ്ങനെ നടന്നതേ PGയുടെ ഗേറ്റ് തുറക്കുക. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് അടയ്ക്കണമല്ലോ. പിന്നെ കഷ്ടപ്പെട്ട് ഗേറ്റ് അടച്ച് കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.